അല്ല, ഈ വിവരം പോലീസിനെ അറിയിക്കുന്നതുകൊണ്ട് മാളുവിന്റെ ഭാവിക്ക് എന്ത് അപകടമാണ് ഉണ്ടാകുന്നത്? മുത്തശ്ശ, പോലീസ് ഈ വിവരം അറിയിച്ച നാട്ടിലെ സകല ന്യൂസ് ചാനലുകളിലും ഈ ഒരു വിവരം ഇപ്പൊ തന്നെ ഹെഡ്ലൈനായിട്ട് പോകും. പിന്നെ പ്രത്യേകിച്ച് പുത്തമ്പുരയ്ക്കൽ അച്ചു നമ്പ്യാരുടെ കൊച്ചുമകളുടെ വിവാഹത്തിനാണ് ഇങ്ങനൊരു മിസ്സിംഗ് കൂടി ഉണ്ടായെന്ന് അറിയുമ്പോ അതോടെ ന്യൂസ് വാല്യൂ കൂടുമല്ലോ. പാവം മാളുവിന്റെ ഫോട്ടോ വെച്ച് എന്തൊക്കെ കഥകളായിരിക്കും ഓൺലൈൻ മീഡിയസ് പടച്ചുവിടുന്നത്. പിന്നെ മാളുവിന്റെ ഭാവി എന്താവും? അയ്യോ, പിന്നെ നല്ല കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പയ്യൻ മാളുവിന് വിവാഹം കഴിക്കാൻ തയ്യാറാവോ? സുധാന്റി വിഷമിക്കാതെ. കണ്ടില്ലേ മുത്തശ്ശ, പോലീസിൽ അറിയിച്ചാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ മാളുവിന്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചാലോ? ആദ്യം പറയുന്നതിലും കാര്യമുണ്ട്. ശരി, നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. രാജ, നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിക്കാം. മാളുവിനെ നമുക്ക് തന്നെ നേരിട്ട് പോയി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാം. മുത്തശ്ശ, അത് വേണ്ട. നമ്മളെല്ലാരും കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തനിച്ചു പോയി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് വരാം. നീ തനിച്ചു പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരാന്നോ? വേണ്ട വേണ്ട, ഗുണ്ടകളെ എതിർക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല. നിന്നെ എന്തായാലും തനിച്ചു വിടാൻ പറ്റില്ല. ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയാൽ മതി കേട്ടോ. എന്റെ അച്ഛ, മുത്തശ്ശ, ചെറിയച്ഛ, അമ്മേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നമ്മളെല്ലാരും കൂടെ പോയാൽ മാളുവിനെ രക്ഷിക്കാൻ കഴിയില്ല. അതെന്താ? എന്റെ മുത്തശ്ശ, നമ്മളൊരു പടയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ മാളുവിനെയും കൊണ്ട് ആ രാമനുണ്ണി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അതുകൊണ്ടാ പറയുന്നത്, രാമനുണ്ണിയുള്ള സ്ഥലം മനസ്സിലാക്കിയിട്ട് ഞാൻ രഹസ്യമായിട്ട് മാളുവിനെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം. അവൻ ആ ഗോഡൌണിലോ മില്ലിലോ ഉറപ്പായിട്ടുണ്ടാവും. മിക്കവാറും ഗോഡൌണിൽ തന്നെ ആയിരിക്കും അവർ മാളുവിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതെ, ഗോഡൌണെങ്കിൽ ഗോഡൌൺ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അതി, നീ തനിച്ചു മതിയോ? മുത്തശ്ശ, ഈരി ചെവി അറിയാതെ ഞാൻ പോയി മാളുവിനെ രക്ഷിച്ചുകൊണ്ട് വരാം. രാമനുണ്ണി പോലും അറിയില്ല. അതിനല്ലേ ഞാൻ തനിച്ചു പോവാന്ന് പറഞ്ഞേ. ശരി, നീ പോയിട്ട് വാ. പിന്നെ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് കണ്ടാൽ നീ എന്നെ വിളിക്കണം. അച്ഛാ, ആദ്യം തനിച്ചു വിടണോ? എന്റെ അച്ഛ, ഞാൻ രാമനുണ്ണിയോട് വഴക്കിടാനൊന്നും അല്ല പോകുന്നത്. ഇടാ, ഞാൻ അയാളുടെ ഗോഡൌണിൽ ചെല്ലുന്നു. അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു. അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുന്നു.